എല്ലാവരും ചോദിക്കുന്ന പോലെ മോഹൻലാൽ ശത്രുണ്ടോ എന്ന് വെച്ചാൽ എനിക്കില്ല. ഞാൻ ഓരോ ഇൻസിഡന്റ് വെച്ചിട്ട് ഒരു വീഡിയോ ഇടുന്ന. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ഇയാൾ വന്നിട്ട് ഓക്കെ ഞാൻ പിന്നെ മിണ്ടുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്, ഇതെല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷെ അത് കഴിഞ്ഞിട്ട് പിന്നീട് ഇയാൾ പലരുടെ അടുത്ത് ചെന്നിട്ട് ഓരോ വ്യക്തികളെ കാണുമ്പോഴും മിണ്ടുമ്പോഴും ഒക്കെ എന്നെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശം ആളാണ്, അവൻ മറ്റാണ് മറിച്ചാണെന്നുള്ള രീതി പറയുന്നുണ്ടെന്നുള്ളത് നമുക്കറിയാൻ പറ്റി. കാരണം ഇയാൾ എന്ന് പറയുന്നവരൊക്കെ പലരും എൻ്റെ സുഹൃത്തുക്കളൊക്കെയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞു നടന്ന ആൾ പിന്നെ ഒരു ദിവസം പുള്ളി ഒരു ഓപ്പണിംഗ് നോക്കി ഇരുന്ന പോലെ ഈ ബാലയുടെ അടുത്ത് ചെന്നിട്ട് ചെകുത്താൻ എന്തോ പുഴുത്ത പട്ടിയെന്നോ തീട്ടോ നേണ്ടൊക്കെ പറഞ്ഞു, പുഴുത്ത പട്ടിയാണോ ആണ്ടൊക്കെ പറഞ്ഞുകൊണ്ട് നടപ്പുണ്ടാകും. ഞാൻ പക്ഷേ അതിന് റിപ്ലൈ ഒന്നും ചെയ്യാൻ പോയില്ല. കാരണം അയാൾ അത്രയും ഒരു തരം താന്ന ഒരു മനുഷ്യനാണെന്ന് തോന്നി. മനസ്സിലാവുന്നുണ്ടോ? നമ്മളിപ്പോൾ ഒരാളുടെ മുഖത്ത് നോക്കി ഇങ്ങനെ ചിരിച്ച് കാണിച്ചിട്ട് പുറകെ കൂടെ പോയി ഒരു സാധനവും ചെയ്യുന്നില്ല. ഞാനിപ്പോൾ ആരാണേലും ശരി, ഞാൻ അഭിപ്രായം പറഞ്ഞാൽ അങ്ങനെ ആ രീതിക്കാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അല്ല നമ്മൾ അവരെ ചിരിച്ചും കളിച്ചും വേണ്ടി വശത്താക്കിയതിന് ശേഷം പുറത്താണ് ഇവൾ നേരിട്ട് ആദ്യം പറഞ്ഞിരുന്നത് എനിക്ക് ഇത്രയും പ്രശ്നം ഉണ്ടാകും. എനിക്ക് അയാളെ പറ്റി ആ ഒരു ക്വാളിറ്റി ഇല്ലാത്തൊരു മനുഷ്യനാണെന്ന് തോന്നത്തില്ല. പക്ഷേ ഇത് അപ്പോഴും ഇയാൾ ഇടയ്ക്കൊക്കെ എന്നോട് മിണ്ടുന്നുണ്ട്. എന്നിട്ട് ഇയാൾ അവിടെ ഇവിടെ ചെന്നിട്ട് പറയും അവൻ അതാണ്, അവൻ ഇതാണ്. മനസ്സിലായില്ലേ? ഇയാളും ഇതുപോലെ ഭയങ്കര ഡയബറ്റിക് പേഷ്യൻ്റൊക്കെ ആണെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്, അതാണെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര വല്ലാത്ത സ്റ്റോറിയൊക്കെ പറയും. എന്നിട്ട് ഇത് കഴിഞ്ഞിട്ട് അപ്പുറത്ത് ചെന്നിട്ട് നമ്മളെ കുറ്റം പറയും. പിന്നെ ഇയാൾ നേരിട്ട് എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് സമാധാനമായി. കാരണം അയാളൊന്നുമില്ല, മീഡിയ വന്നിട്ടാണല്ലോ പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് ക്യാരക്ടർ എനിക്ക് ഇഷ്ടമല്ല ഇയാളുടെ ക്യാരക്ടർ എന്ന് പറയുന്നത് ഒരു മോശം ക്യാരക്ടറാണ്. അയാളുടെ വീഡിയോസിനൊക്കെ അങ്ങനത്തെ ഒരു ക്വാളിറ്റി ഇല്ലായ്മയൊക്കെ എപ്പോഴും ഉണ്ട്. പിന്നെ ഇവിടുത്തെ ആളുകൾക്ക് ഇതേപോലത്തെ കണ്ടന്റ് ഇഷ്ടമായതുകൊണ്ട് അങ്ങനെ കുറേ ചാനൽസും ഇതുപോലെ ഒത്തിരി ചാനലുണ്ട്, ഒരു ചാനൽ മാത്രമല്ല. സത്യസന്ധമായ വാർത്തയാണോ നിർബന്ധമില്ല. അവരെന്തും വിളിച്ചു പറഞ്ഞിട്ട് ഒരുതരം തീരെ അന്തസ്സില്ലാത്ത തരം താന്ന പരിപാടിയെ കാണിക്കും. മനസ്സിലാവുന്നുണ്ടോ? ജെൻഡി ഇതിനെ ചിരിക്കുന്നത് അതായത് നിങ്ങളുടെ ആരോ ഒരുത്തിന് ഈ കഴിഞ്ഞ ദിവസം എന്നെ പറ്റി ഏണ്ടൊക്കെ പറയുന്നുണ്ടായിരുന്നു. ജനൻ ടിവിയുടെ ആൾക്കാർ എന്തൊക്കെയോ പറയുക, എനിക്ക് മനസ്സിലാവില്ല. ഞാൻ പിന്നെ തിരിച്ചാണ്ട് വീഡിയോ ഒക്കെ ഇട്ടു. അതുമല്ല, ഈ ജനൻ ടിവിയിലൊക്കെ നമ്മൾ വിളിച്ചാൽ ഞാൻ അവിടെ പോയി എനിക്ക് എന്താ പറയുക, ഈ ഇപ്പോൾ ജനൻ ടിവിയിലോട്ട് പോകുന്നതെന്ന് പറഞ്ഞാൽ എല്ലാവരും പറയാം അതെന്തോ സംഗീത ചാനലാണ്, അവിടെയൊക്കെ പോയിരുന്ന് സംസാരിക്കാമെന്നൊക്കെ ചോദിക്കും. പക്ഷെ ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടൊന്നുമില്ല. ഞാൻ ഒരു പ്രാവശ്യം വിളിച്ചൊരു ചർച്ചയ്ക്ക് വിളിക്കുന്നു, ഞാൻ പോകുന്നു. അല്ല, നമുക്കങ്ങനെ ഒരു കണ്ടിന്യൂസ് ഇതൊരു വിഷയം വെച്ചിട്ടുള്ള സംസാരം എനിക്ക് സംസാരിക്കത്തുള്ളൂ കൂടുതലും. മോഹൻലാലിൻ്റെ ഇഷ്യൂ വരുമ്പോഴാണെങ്കിലും എന്തെങ്കിലും ഒരു ഇഷ്യൂ വരുമ്പോൾ മാത്രമേ സംസാരിക്കുന്നതല്ല. ഞാൻ ഇവരുടെ ഒന്നും പുറകെ നടക്കുന്നില്ല, ആരുടെയും പുറകെ നടക്കുന്നില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞ് എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടാകുമ്പോൾ ഉടനെ ഒരു പ്രത്യേക രീതിയിൽ അതൊക്കെ വളച്ചൊടിച്ച് ഇപ്പം തന്നെ ഇതിനകത്ത് പ്രശ്നമുള്ളത് അങ്ങനെയാണ് വരുന്നത്. ആവശ്യമില്ലാത്തൊരു വാർത്ത ഇടയ്ക്ക് വരുന്നുണ്ട്. അബ്സ്കോണ്ടിങ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അതെങ്ങനെയാണെന്ന് മനസ്സിലായിട്ടില്ല.